ഇടുക്കി മുള്ളരിങ്ങാട് അമേൽത്തൊട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹിയാണ് മരിച്ചത്. തേക്കിൻകുപ്പിൽ പശുവിനെ അഴിക്കാൻ പോയപ്പോഴാണ് ആക്രമണമുണ്ടായത്. അമറിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. ആശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിൽ UDF LDF പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇപ്പോൾ ചർച്ചയുടെ ഭാഗമായി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ്, ഇപ്പോൾ ഇത് ജില്ലാ കളക്ടറുടെ ഉത്തരവാണ്. 4 ലക്ഷം രൂപ SDRF-ൽ നിന്നും കൊടുക്കാൻ ദുരന്ത നിവാരണ ഹെഡിൽ നിന്നും 4 ലക്ഷം രൂപ ജില്ലാ കളക്ടർ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് 4 ലക്ഷം രൂപ ആ കുടുംബത്തിന് നൽകാൻ. ബാക്കി 6 ലക്ഷം രൂപ ഗവൺമെൻറ് നൽകും എന്നുള്ള ഉറപ്പാണ് ചർച്ചയുടെ ഭാഗമായി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ 10 ലക്ഷം രൂപ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാര തുകയായി അനുവദിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് നൽകിയത്. അതോടൊപ്പം പ്രധാനപ്പെട്ട വിഷയം, മുള്ളരിങ്ങാട്ടെ മുഴുവൻ ആളുകൾക്കും പൂർണ്ണ സംരക്ഷണം. മണ്ണപ്പുറം പഞ്ചായത്തിൽ നാളെ UDF LDF NDA ഹർത്താലാണ്. മരിച്ച അമർ ഇലാഹിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, ഇപ്പോൾ ഏതായാലും ആശുപത്രിയിലെ പ്രതിഷേധം അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചോ? ഗൂഗിൾ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം എന്തായാലും UDF അവസാനിപ്പിച്ചിട്ടുണ്ട്. മോർച്ചറിക്ക് മുമ്പിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ കുത്തിയിരുന്നുകൊണ്ടുള്ള പ്രതിഷേധം നടത്തിയത്. എന്തായാലും ഈ മരിച്ച അമറിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന സർക്കാരിന്റെ ഉറപ്പിന്മേലാണ് ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അപകടം നടന്നത്, കാട്ടാന ആക്രമണം നടന്നത് വനമേഖലയിലായതുകൊണ്ട് വനംവകുപ്പിന് നഷ്ടപരിഹാരം നൽകുന്നതിൽ ചില പരിധിയുണ്ട് എന്ന് പറഞ്ഞിരുന്നു CCF ഉൾപ്പെടെ. അതുപോലെ തന്നെ വനംവകുപ്പ് ഉൾപ്പെടെ ഇത് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഈ വലിയ പ്രതിഷേധമുണ്ടായത്. എന്തായാലും പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇടപെടുകയും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ 6 ലക്ഷം രൂപയും ചേർത്ത് 10 ലക്ഷം രൂപ ഈ കുടുംബത്തിന് നൽകാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയായിരുന്നത്. ഇടുക്കി സബ് കളക്ടർ നേരിട്ടെത്തി ഇവിടെ പ്രതിഷേധക്കാരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തുടങ്ങുകയും ചെയ്യും. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നാളെ രാവിലെ 8:30 കബറടക്കം നടക്കും എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇന്ന് വൈകിട്ട് 3:30 ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. വണ്ണപ്പുറം പഞ്ചായത്തിലെ മുള്ളരിങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാട്ടാന ആക്രമണത്തിൽ അമർ എന്ന യുവാവിന് ദാരുണ അന്ത്യം ഉണ്ടായത്. തേക്കിൻകൂപ്പിൽ മേയാൻ വിട്ടിരുന്ന പശുവിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോഴായിരുന്നു കാട്ടാന ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമറിനൊപ്പം ഒരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ സുഹൃത്ത് ഓടി പുറത്തിറങ്ങി, വനമേഖലയിൽ നിന്ന് പുറത്തിറങ്ങി നാട്ടിലെത്തിയ ആളുകളോട് പറഞ്ഞ് ആളുകൾ എത്തുമ്പോഴേക്കും ഈ കാട്ടാന ആക്രമണത്തിൽ അവശനായി കിടക്കുന്ന അമറിനെയാണ് കണ്ടത്. ഉടൻ തന്നെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അവിടെ എത്തുമ്പോഴേക്കും അമറിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു അതിനുശേഷം കണ്ടത്. യൂത്ത് ലീഗിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും LDF-ൻ്റെയും പ്രതിഷേധം ഇവിടെ അരങ്ങേറുന്നത് നമ്മൾ കണ്ടു. എന്തായാലും ആ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകും എന്നുള്ള സർക്കാരിൻ്റെ ഉറപ്പിന്മേലാണ് പ്രതിഷേധമെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ മുള്ളരിങ്ങാട് മേഖലയിൽ കാട്ടാനശല്യം കഴിഞ്ഞ 4 വർഷമായി അതിരൂക്ഷമാണ്. വനംവകുപ്പ് പലതവണ ഈ കാട്ടാനശല്യത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും കാര്യക്ഷമമായി അവിടെ പ്രാവർത്തികമായില്ല എന്ന് നാട്ടുകാർ പരാതിയായി പറയുകയും ചെയ്യുന്നുണ്ട്. സമീപ നാളുകളിൽ അവിടെയുള്ളൊരു 4 ആനകളെ ഓടിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഡ്രൈവ് ഉൾപ്പെടെ വനംവകുപ്പ് നടത്തിയിരുന്നു. അതൊന്നും പ്രയോജനപ്പെട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഒരു ജീവൻ കൂടി സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഗോകുൽ.